യുക്തിവാദി സംഘടനയിൽ ചേരുന്നതിന് മുമ്പ് യുക്തിവാദി സംഘടനയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മീറ്റിങ്ങുകൾ കണ്ടിട്ട് ആവേശമൊക്കെ ഏകദേശം 40 വർഷങ്ങൾക്ക് 45 വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് അധ്യാപകനാണ്. പണ്ടൊരു കോളേജ് അധ്യാപകനാണ്. ആ കാലത്തെ ആവേശം അതിലാവേശം കൊണ്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്ന് ഇത് എൻ്റെ സുഹൃത്തുക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടത്തി. ഞാൻ കടലോരത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിഭാഗത്തിൽപ്പെടുന്നയാളാണ്. അപ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളി അംഗങ്ങളാണ് എൻ്റെ കൂട്ടുകാർ, മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ. ഒരു ദിവസം മതത്തെപ്പറ്റി സാറിന് എന്ത് പറയാറുണ്ട്. ഞാൻ സാറായി അവർക്ക് എല്ലാവർക്കും എന്നോട് ബഹുമാനവുമായി. കാലക്കേട് ഞാൻ യുക്തിവാദി സംഘടനയിൽ ചേർന്നിട്ടില്ല. യുക്തിവാദി സംഘടനയിൽ എന്തെങ്കിലും മീറ്റിംഗ് കൊണ്ട് ഞാൻ പോയി കേൾക്കാറുണ്ട്. അത് ആവേശം കൊണ്ട് ഞാനിവിടെ വന്നു. അതിൽ നിന്ന് കിട്ടിയ മെസ്സേജ് സ്വീകരിച്ചുകൊണ്ട് 10-20 ചെറുപ്പക്കാരാണ് ഫുട്ബോൾ കളിക്കും ഞങ്ങൾ. അവിടുത്തെ അവർ ചോദിച്ചു, സാറിന് നമ്മുടെ മതത്തെപ്പറ്റി എല്ലാവരും ക്രിസ്ത്യാനിയാണ്, കത്തോലിക്ക, എന്നോട് ചോദിച്ചു മതത്തെപ്പറ്റി സാറിന് എന്ത് പറയാറുണ്ട്. ഞാൻ ഒരേ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ. നമുക്ക് നമ്മുടെ അമ്മയെ എൻ്റെ അമ്മ ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാം, പക്ഷെ അച്ഛനോ എൻ്റെ അച്ഛനാകും എൻ്റെ അച്ഛൻ. നോ, വി കനോട്ട് ബി ഷുവർ. പിതൃത്വത്തിന് കൃത്യമായിട്ട് പറയാൻ അച്ഛൻ ആരാണ് എന്ന് ഉറപ്പിച്ചു പറയുവാൻ അമ്മയ്ക്ക് മാത്രമേ സാധ്യമല്ല, വേറെ ആർക്കും സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം, അതായത് യേശു ക്രിസ്തുവിൻ്റെ ദൈവം, അച്ഛൻ ആരാണ് എന്ന് ചോദിച്ചാൽ ദൈവമാണ് എന്ന് പറയാൻ ആർക്ക് ധൈര്യം വന്നു? ആര് കണ്ടിരുന്നു? ഞാനൊരു ദൈവമാണെങ്കിൽ എനിക്ക് ഉറുമ്പുകൾ ജീവിക്കുന്നുണ്ടല്ലോ, ഉറുമ്പുകളിൽ ഒരാളെ കണ്ടുപിടിച്ച് അവരിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ പാടില്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചത് ഇതൊക്കെ പറഞ്ഞ് അവൾക്ക് എല്ലാവരും തമാശ പറഞ്ഞ് രസിച്ച് പോയി. പിറ്റേ ദിവസം ക്ലാസ് കഴിഞ്ഞ് ഏകദേശം ഒരു 6 മണിയായപ്പോൾ 10-20 പേര് വന്ന് എന്നെ വെട്ടി. 18 വെട്ടുമുണ്ട് ആശുപത്രിയില്ല. എനിക്ക് ഇപ്പം സന്തോഷമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന യുക്തിവാദികളിൽ ഭൂരിപക്ഷവും 50-60 വയസ്സ് കൂടുതലുള്ളവരാണ്. അവർക്ക് ആവേശമില്ല, ചെറുപ്പക്കാരില്ല. എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാരെ നമുക്ക് ആകർഷിക്കാൻ ഒത്തില്ല? അത് ചോദ്യമാണ്. ചെറുപ്പക്കാർ ആകർഷിക്കപ്പെടുന്നില്ല. യുക്തിവാദികളായിട്ട് നമ്മളിങ്ങനെ അഭിനയിച്ച് കിടക്കുക. അപ്പോൾ യഥാർത്ഥ ഈ ആശയത്തിൻ്റെ ആവേശം കയറി വന്നാൽ ശരിക്കും പ്രകടിപ്പിക്കുന്നത് യുവാക്കളാണ്. ആ യുവാക്കളെ നമ്മൾ കേന്ദ്രീകരിച്ച് നമ്മൾ ജീവിക്കുന്ന കാലത്തെങ്കിലും യുവാക്കളെ കൂടുതൽ നമ്മുടെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ നമ്മുടെ സുമനൻ സാറിൻ്റെ ഈ പ്രവർത്തനത്തെ ആവേശം കൊണ്ട് നമുക്ക് ഒരാവേശം കുഞ്ഞുങ്ങളെ, ഈ അടുത്ത തലമുറകളെ കൂടി ഈ യുക്തിവാദി ആശയങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് നമ്മൾ ഓരോരുത്തർ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക്. അദ്ദേഹവുമായിട്ട് 27 വർഷത്തെ ബന്ധമാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിന്റെ ഏതാണ്ട് 3-1 ഭാഗത്തിന് മുമ്പ്, കാരണം 10-60 വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ധൈര്യപൂർണമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ ഉണ്ടായിരിച്ചിട്ടുള്ള ഊർജം അത്ര വില കുറഞ്ഞതല്ല, ചെറുതുമല്ല. ഞങ്ങളെല്ലാം മിശ്രവിഭാഗത്തിലാണ്. അതോടൊപ്പം തന്നെ ഇതിനുള്ള മാനവ സ്നേഹം ഉയർത്തിക്കൊണ്ട് മതാതീതമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും മക്കളെയൊക്കെ ജാതി വിരുദ്ധമായ നിലയിലേക്ക് വളർത്തിക്കൊണ്ടു വരികയും ജാതി മതരഹിതരായിട്ടുള്ള ഒരുപറ്റം കുട്ടികളുടെ മാതാപിതാക്കളായിട്ടുള്ള ഞങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വല്ലാത്തൊരു ആകാംക്ഷ നേരിടുന്നുണ്ട് ഇന്നത്തെ രാഷ്ട്രീയം ആയിട്ടുള്ള അവസ്ഥയിൽ. ആ അവസ്ഥകളെ കണ്ടറിഞ്ഞുകൊണ്ട് മുതിർന്ന തലമുറ തീർച്ചയായിട്ടും നിങ്ങൾ വളർത്തിയെടുത്ത ഈ ഇത്തരം പ്രസ്ഥാനത്തെയും പ്രസ്ഥാന ഐക്യത്തെയും ഈ ചെറുപ്രായത്തിലുള്ളവരെ കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ വരാവുന്ന ചില ദുരന്തങ്ങളാണ് നമുക്ക് കൊല്ലത്തെ ലാസ്രിയേട്ടന്റെ രായ്മ ചേച്ചിയുടെ അവസ്ഥയെയും ഓൾ ഇന്ത്യ റേഡിയോയിലെ രാധാമണി ചേച്ചിയുടെ അവസ്ഥയെയും
അവരുടെ മകൾ ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയും, ഒപ്പം തന്നെ ഏറ്റവും അവസാനം സെയ്ദ് മുഹമ്മദ് ആനക്കയത്തിന്റെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട അത്തരം അവസ്ഥകളിലോട്ടൊക്കെ കടന്നു ചെല്ലുന്നത് നിർബന്ധപൂർവമുള്ള ചില തലങ്ങളിലേക്ക്, ചില രീതികളിലേക്ക് നമ്മൾ കുടുംബക്കാരെ കൂടി ബോധ്യപ്പെടുത്തി, സുഹൃത്തുക്കളെയും അയൽപക്കക്കാരെയും ബന്ധുക്കളെയും കൂടെ കൂട്ടിയിരുത്തി ഇത്തരം വേദികളിലൂടെ ഉറപ്പിച്ചുകൊണ്ട് പോകുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന ദുരിതത്തിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് സെക്യുലർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് പല തട്ടുകളായിട്ട് മാറി നിൽക്കേണ്ടതല്ല. ഒപ്പം തന്നെ ചില മൂല്യങ്ങളെ, പ്രധാനപ്പെട്ട മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഐക്യപരമായ രീതിയിലേക്ക് മാറ്റിയെടുത്തുകൊണ്ടുള്ള ഒരു സവിശേഷമായ രീതിയിൽ ഈ വരുന്ന കാലങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകുന്നില്ല എങ്കിൽ നമ്മളുടെ ഇത്തരം വിപ്ലവങ്ങളും വിപ്ലവ പ്രസ്ഥാനങ്ങളും ഒപ്പം തന്നെ സമരങ്ങളും ഒക്കെ അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും പോവുക. അത് അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തന രീതികൾ കൈക്കൊള്ളുന്നതിന് വർത്തമാനത്തിനപ്പുറത്തേക്ക് പ്രവൃത്തികളിലേക്ക് കൂടെ ഇത് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ 24 വർഷങ്ങൾക്ക് മുമ്പ് സെന്റ് മൈക്കിൾസ് കോളേജിലെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കേരള യുക്തിവാദ സംഘത്തിൽ വരുന്നത്. അപ്പോൾ അതിനുശേഷം സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ട് വരുമ്പോൾ ആലപ്പുഴയിലെ ആദ്യകാല പ്രമുഖ യുക്തിവാദികളായിരുന്നു സുമന സാറും അതുപോലെ തന്നെ ഫ്രാൻസിസ് സാറും. അവർ രണ്ടുപേരും ഇന്നും എന്റെ വഴികാട്ടിയും അതുപോലെ സുഹൃത്തുക്കളുമാണ്. നമുക്ക് യുക്തിവാദം പറയാൻ എളുപ്പമാണ്, പക്ഷെ ഒരു യുക്തിവാദിയായിട്ട് ജീവിച്ചു കാണിക്കാനായിട്ട് വളരെ പ്രയാസമാണ്. എന്നാലേ ഇന്നിപ്പോ ഓഫ്ലൈനിലും ഓൺലൈനിലും യുക്തിവാദം പറച്ചിൽ മാത്രമല്ലാതെ പ്രത്യക്ഷ സമരങ്ങളിലും അതുപോലെ തന്നെ നിയമ പോരാട്ടങ്ങളിലും നിറസാന്നിധ്യമാണ് നമ്മുടെ സുമന സാറ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, മതം നിലനിൽക്കുന്നത് അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളിലാണ്. അല്ലാതെ ഒരാളും മതത്തിന്റെ തിയോളജി മനസ്സിലാക്കിയിട്ട് ആ മതം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ മതത്തിന്റെ ആചാരങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴാണ് അവർക്ക് കാലിളകുന്നത്. നമ്മൾ ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് പ്രശ്നമില്ല, പക്ഷെ അവരുടെ ആചാരങ്ങളൊന്ന് ലംഘിച്ചു നോക്കും, അപ്പോൾ അവര് രോഷാകുലരായി തീരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിപ്പോ യുക്തിവാദി ആചാരങ്ങൾ ലംഘിച്ചാലും വിശ്വാസി ആചാരങ്ങൾ ലംഘിച്ചാലും അവരുടെ രോഷത്തിന് പാത്രം കവിക്കാറുണ്ട്. അയ്യ വൈകുണ്ഠസ്വാമിയും നാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും അതുപോലെ തന്നെ പിന്നെ അയ്യങ്കാളിയും ഒക്കെ അത് അനുഭവിച്ചവരാണ്. അപ്പോ മതത്തിന്റെ ആചാരങ്ങൾ എവിടെ ലംഘിക്കപ്പെടുന്നുണ്ടോ അവിടെയാണ് വിപ്ലവം നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മതത്തിന്റെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടൊരു സമ്മതപത്രം ഒപ്പിടുകയാണ് സുമന സാറിന്റെ വീട്ടുകാരും സുമന സാറും എല്ലാം. അപ്പോ ആ ആചാര ലംഘനം ഉടനെ ഒന്നും നടക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി ഏറെക്കാലം ജീവിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുകയാണ്. നന്ദി.